ഹായ് ഫ്രണ്ട്സ്, വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ബോൾ ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പി നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യം മുന്തിരി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് 500 ഗ്രാം മുന്തിരി നന്നായി കഴുകിയെടുക്കാം. മുന്തിരിയിൽ നന്നായിട്ട് മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതൊന്ന് 15 മിനിറ്റ് കുതിർത്ത് വെക്കാം. ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി കഴുകിയെടുത്ത മുന്തിരിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ഊറ്റി നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മുന്തിരിയിലെ തൊലിയും പൾപ്പും നമുക്ക് വേർതിരിച്ചെടുക്കാം. തൊലിയെല്ലാം കൂടി മുന്തിരി തിളപ്പിച്ച വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം. പൾപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുന്തിരി തിളപ്പിച്ച വെള്ളത്തിലേക്ക് തൊലിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ നമുക്ക് മുന്തിരിയുടെ തൊലിയിലെ പർപ്പിൾ കളറെല്ലാം വെള്ളത്തിൽ നന്നായിട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ വെള്ളം നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. തൊലിയും വെള്ളവുമായിട്ടൊന്ന് ഊറ്റിയെടുത്ത് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തണുപ്പിക്കണം. ഇപ്പോൾ മുന്തിരി വെള്ളം എല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 പിഞ്ച് അളവിൽ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പും പുളിയും മധുരവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. 3/4 ഭാഗം മുന്തിരിയുടെ വെള്ളവും ബാക്കി പൾപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മുടെ ഹോം മെയ്ഡായ ബോൾ ഗ്രേപ്പ് ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.